So we'll start with the next kind of modeling, which is behavioral modeling. Okay, so behavioral modeling നമ്മൾ already കണ്ടിട്ടുണ്ടായിരുന്നു. Just ഒരു introduction നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Behavioral modeling എന്ന് പറയുമ്പോഴത്തേക്കും is the modeling style based on the truth table. അല്ലേ? So truth table മാത്രം വെച്ചിട്ട് എനിക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. ബാക്കി എൻ്റെ ലൈൻ ഇക്വേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ലോജിക് ഡയഗ്രം ഒന്നുമില്ല. ജസ്റ്റ് ഐ എം ഹാവിംഗ് ദ ട്രൂത്ത് ടേബിൾ. അങ്ങനെയാണെങ്കിൽ പോലും ഐ ക്യാൻ ഈസിലി റൈറ്റ് ദ പ്രോഗ്രാം യൂസിങ് ബിഹേവിയറൽ മോഡലിംഗ്. സോ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഫസ്റ്റത്തെ ഒരു ഗേറ്റ് ഒന്ന് നോക്കാം, ആൻഡ് ഗേറ്റ്. ഓക്കെ, so say x and y are the inputs and this is the output. So നമുക്ക് already AND gate truth table നമുക്കറിയാം. So 1 1 if both the inputs are 1, അങ്ങനെയാണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ കേസസിലും whatever is the other input combinations which means 0 0 0 1 1 0 or 1 1, അതിൻ്റെ അകത്ത് നിന്ന് ഏത് കോമ്പിനേഷൻ വന്നാലും ശരി the output എന്ന് പറയുന്നത് will be equal to 0. So truth table ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമുക്ക് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റുള്ളൂ. Okay, so we'll see the program. So starting എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഫെമിലർ ആയി കാണും. മൊഡ്യൂൾ, the module name, ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യം ഔട്ട്പുട്ട്, then the input which means the list of pods. ഇതിൻ്റെ ഓർഡർ മാറ്റി എഴുതിയാൽ സാധനം വർക്ക് ചെയ്യും. പ്രിഫറബിളി നിങ്ങൾ ഔട്ട്പുട്ട് ആദ്യം എഴുതാനായിട്ട് എന്നുള്ള രീതി എഴുതി പഠിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റീസൺ നമ്മുടെ സ്ട്രക്ചറിൽ വരുമ്പോൾ അല്ലെങ്കിൽ അത് മിക്സ് ആയി പോകും. ഓക്കെ, ദെൻ ഡിക്ലറേഷൻ ഓഫ് ദ പോഡ്സ്. ഔട്ട്പുട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ഔട്ട്പുട്ട് പോഡ് വിച്ച് ഇസ് ഇസഡിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. സിമിലർലി ഇൻപുട്ട് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ദ ഇൻപുട്സ് വിച്ച് ആർ എക്സ് ആൻഡ് വൈനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ രണ്ട് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. സോ അതാണ് ഞാൻ ഇവിടെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് എവർ ഇസ് ദ ഔട്ട്പുട്ട് ദാറ്റ് നീഡ്സ് ടു ബി ഡിക്ലെയർഡ് ആസ് എ രജിസ്റ്റർ. ഓക്കെ, സോ റെജ് ഇസഡ്. കാരണം നമുക്ക് താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് രജിസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് വെൻ the corresponding variable needs to hold a value, അല്ലേ? സോ സം വാല്യൂ ഹോൾഡ് ചെയ്യുന്ന വേരിയബിൾസിനാണ് നമ്മൾ റെജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് റെജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തെന്നുള്ളത് വിൽ സി ഇൻ ദ കമ്മിങ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, ദെൻ പിന്നെ ഉള്ള ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇസ് ദ യൂസ് ഓഫ് ദ ഓൾവേസ് ബ്ലോക്ക്. ഓൾവേസ് ബ്ലോക്ക് എന്നാന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ബ്ലോക്കിനെയാണ് ഓൾവേസ് ബ്ലോക്ക് എന്നുള്ള. ഓൾവേസിൻ്റെ അകത്ത് വാട്ട് എവർ ആർ ദ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സിസ്റ്റം അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ തിയറി പഠിച്ച സമയത്ത്. സോ ഓൾവേസ് അറ്റ്, ദെൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നത് is the sensitivity list എന്നുള്ളത് നമ്മൾ അന്ന് അതിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ വിച്ച് മീൻസ് ഏതിനൊക്കെയാണോ ചേഞ്ചസ് വരാൻ ചാൻസ് ഉള്ളത്. സോ ബേസിക്കലി ദ ഇൻപുട്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ സീക്വൻഷ്യൽ സർക്യൂട്ട്സിലേക്ക് വരുമ്പോൾ ക്ലോക്ക് സിഗ്നലിൻ്റെ വേരിയേഷൻസ് വരും. ഇപ്പം അല്ലാത്ത കേസിൽ നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻപുട്സ് എന്താണോ, ഇൻപുട്ടിലാണല്ലോ ചേഞ്ച് വരുള്ളൂ, അല്ലേ? സോ സെൻസിറ്റിവിറ്റി ലിസ്റ്റ് വിച്ച് മീൻസ് ദിസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതുന്നു അതിനെയാണ് സെൻസിറ്റിവിറ്റി ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് എനി ചേഞ്ച് ഇൻ ദ വേരിയബിൾസ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻസൈഡ് ദിസ് ബ്രാക്കറ്റ് ഓർ ലിസ്റ്റഡ് ഇൻ ദ സെൻസിറ്റിവിറ്റി ലിസ്റ്റ്. അതിൻ്റെ അകത്ത് സം ചേഞ്ച് ഓഫ് വാല്യൂ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, സം ചേഞ്ച് ഓഫ് വാല്യൂ which means x ഉം y ഇൻപുട്സ് ആണ് നമുക്കറിയാം. ഓക്കെ, സോ എക്സ് ആൻഡ് വൈക്കകത്ത് സം 0 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഇത് മാറുന്നില്ല, സെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടിംഗ് പവർ വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? സോ ഇപ്പം എക്സ് എന്ന് പറയുന്നത് സം 0 മാറി 1 ആയി, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് സം ചേഞ്ച് ഓഫ് വാല്യൂ ഒക്കെ ആയി. ഇതിൻ്റെ അകത്തുകൊണ്ടിരിക്കുന്ന ഏതിനെങ്കിലും ഒന്നിന് സം ചേഞ്ച് ഓഫ് വാല്യൂ ഒക്കെ ആയെങ്കിൽ മാത്രം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതാണ് ബേസിക്കലി ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇത് എഴുതുന്നതിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒന്നെങ്കിൽ എക്സ് കോമ വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ഓർ വൈ എന്ന് എഴുതാം. ഓർ എന്ന് പറയുന്നത് നമ്മുടെ കീവേഡ് വിച്ച് മീൻസ് നമ്മുടെ ലോജിക്കൽ ഓർ തന്നെയാണ് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ, ദാറ്റ് സെയിം മീനിങ് തന്നെ. അല്ലെങ്കിൽ കോമയിട്ട് എഴുതുന്നതുകൊണ്ടും കുഴപ്പമില്ല, രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. ഓക്കെ, സോ ഇപ്പം ഞാനിവിടെ ഓറിട്ടാണ് എഴുതിയേക്കുന്നത്. സോ എക്സ് അല്ലെങ്കിൽ വൈയുടെ വാല്യൂവിൽ സം ചേഞ്ച് ഓഫ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, സോ നമുക്കറിയാം സിക്കകത്തെ പ്രോഗ്രാമിങ്ങിൻ്റെ ബ്രാക്കറ്റ്സിന് പകരം, കർലി ബ്രാക്കറ്റ്സിന് പകരം നമ്മളിവിടെ ബിഗിനും അതേപോലെ തന്നെ എൻഡാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, അല്ലേ? സോ അപ്പം ഇനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സോ ഒന്നെങ്കിൽ നമുക്ക് ഇഫ് എൽസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സി നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. സോ ഇഫ് എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഈസ് ഈക്വൽ ടു 1. ബാക്കിയുള്ള 3 കോമ്പിനേഷൻസിലും ഔട്ട് ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സെയിം സംഭവമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബിറ്റ് ബൈനറി 1. ഓക്കെ, എക്സിന്റെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുകൊണ്ടാണ് ഈ ഡബിൾ ഈക്വൽ ടു എഴുതുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഡബിൾ ആൻഡ് വന്നിട്ടുണ്ട്. ഓക്കെ, എക്സിന്റെ വാല്യൂ 1ഉം അതേപോലെ തന്നെ
വൈയുടെ വാല്യൂ ഇത് രണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ബിറ്റ് ബൈനറി 1, എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് y is equal to 1 bit binary 1. ഇതിന്റെ രണ്ടിന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ടിന് ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് z ആണ്. z is equal to 1 bit binary 1. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ട്രൂത്ത് ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു if x is equal to 1 and y is equal to 1, എക്സും y ബോത്ത് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഈസ് ഈക്വൽ ടു 1. അല്ലാത്ത ഏത് കണ്ടീഷൻ വന്നാലും ശരി ഔട്ട് ഈസ് ഈക്വൽ ടു 0. സോ നമ്മൾ സീൽ എഴുതിയിരിക്കുന്ന സെയിം തന്നെയാണ്, ആ കൂടെ റെപ്രസെൻറ്റേഷൻസിൽ മാത്രമാണ് ചെറിയ വേരിയേഷൻസ് വന്നേക്കുന്നത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോജിക് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ എൽസ് ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു 1 ബിറ്റ് ബൈനറി 0. ബാക്കിയുള്ള എൽസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മിച്ചമുള്ള നമ്മുടെ ഈ 3 കണ്ടീഷൻസ് അതിനകത്ത് കവേർഡ് ആണ്. സോ ഇസഡിന്റെ വാല്യൂ ഓർ ദ ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. ദെൻ എൻഡ് മൊഡ്യൂൾ.